ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് വ്യൂ പോയിന്റിൽ എത്താനായി. ഇടയ്ക്ക് ഞങ്ങൾ കണ്ടൊരു സ്ഥലം നെല്ലറച്ചാൽ എന്നുള്ള അതായത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാരാപ്പുഴേൻ്റെ റിസർവോയറിൻ്റെ സൈഡിലാന്ന് തോന്നുന്നുണ്ട്. ഇതിൽ നല്ല നിറച്ചും നമ്മളെ ചുവന്ന ആമ്പൽ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആമ്പലിൻ്റെ കാലമാണല്ലേ. മറ്റേ മലരിക്കൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കുറേ സ്ഥലത്തുണ്ട്. നമ്മുടെ മലപ്പുറത്ത് തിരുരങ്ങാടിയിലുണ്ട്. പിന്നെ ഇപ്പം ഈ പാസ് ചെയ്തപ്പോൾ ഇവിടെ ഒന്ന് കാണുന്നുണ്ട്. മലരിക്കലാണ് ശരിക്കും ഇത് ഫേമസ് ആക്കിയത്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലോ. നിങ്ങൾക്കത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് ഇട്ട് തരാം. എന്താല്ലേ ഇവിടുന്ന് കാണുമ്പോൾ ആ മലയും മേഘവും എല്ലാം കൂടി നല്ലൊരു വെടിക്കെട്ട് കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നെല്ലറച്ചാൽ വ്യൂ പോയിന്റിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയി വരാം. ഞാൻ മനോജ് കുമാർ. വെൽക്കം ടു ഡെസ്റ്റിനീസ്. അങ്ങനെ ഞങ്ങൾ നെല്ലറച്ചാലിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഈ നെല്ലറച്ചാൽ എന്ന് പറയുന്നത് വയനാട്ടിൽ മേപ്പാടിയിൽ നിന്ന് അമ്പലവയൽ റോട്ടിൽ കാരാപ്പുഴ റിസർവോയറിൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ് നമ്മളെ നെല്ലറച്ചാൽ വ്യൂ പോയിൻ്റ്. അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പം വ്യൂ പോയിന്റ് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇടത് ഭാഗത്ത് കുറേ ആമ്പൽപ്പൂക്കളൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടു. അപ്പം നമ്മൾ ജസ്റ്റ് വണ്ടി അങ്ങോട്ടൊന്ന് ഇറക്കിയിട്ട് അവിടുത്തെ കാഴ്ച ഒന്ന് കാണാൻ വിചാരിച്ചു. നെല്ലറച്ചാലിനടുത്ത് ആമ്പൽപ്പൂക്കളുള്ള ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വളരെ ഭംഗിയുള്ളൊരു നേച്ചർ വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ കാണാൻ പറ്റുന്നത് കണ്ടില്ല, എൻ്റെ പുറകിൽ ഒരുപാട് ആമ്പൽപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ആകാശമാട്ടോ. ഒന്നാമത് പറയേണ്ടത് അതാണ് മെയിൻ അട്രാക്ഷൻ. നല്ല ആകാശം, നീലാകാശമാണ്. അതിൻ്റെ കൂടെ വെള്ള പഞ്ഞിക്കെട്ട് പോലുള്ള കുറേ മേഘങ്ങളും നല്ല സ്റ്റൈലൻ വ്യൂ ആണ് ഇവിടെ. നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. അപ്പം നെല്ലറച്ചാലിനടുത്ത് തന്നെയാണ്. നെല്ലറച്ചാൽ എക്സാക്ട് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വ്യൂ ഉള്ളത്. ഇതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ഞങ്ങൾ അതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ബാക്കിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്നുള്ളത്. നല്ല സ്റ്റൈലൻ അല്ലേ. ആകാശമൊക്കെ നല്ല നീല കളറിലാണ്. ചുറ്റുഭാഗം ആൾക്കാർ ഇരുന്നിട്ട് മീൻ പിടിക്കാൻ കേട്ടോ. മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ കുറേ ദിവസമായി മീനിൻ്റെ വേണ്ടി നടക്കണം. അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ നെല്ലറച്ചാലിലേക്ക് എത്തിയിട്ടോ. നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മളെ കാരാപ്പുഴ റിസർവോയറും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കി നോക്കാം. ഇതിൻ്റെ മോൾഭാഗം വരെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കീ ഹൈലൈറ്റ്. ഇവിടുന്ന് നേരെ ഫ്രണ്ടിൽ എന്തൊരു അടിപൊളി കാഴ്ചയാണല്ലേ. നല്ല പീക്ക് വരെ വണ്ടി എത്തും ചെയ്ത് നേരെ താഴോട്ട് എന്നുണ്ടെങ്കിൽ കാരാപ്പുഴ റിസർവോയറാണ് കാണുന്നത്. എന്താ സ്റ്റൈല്. ഇപ്പോൾ അവസാനം നമ്മൾ നെല്ലറച്ചാൽ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോ പിന്നെ നമ്മളൊരു വിസ്താര റിസോർട്ടിൻ്റെ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ കാരാപ്പുഴേൻ്റെ അത് കാണാത്തൽക്കൊന്ന് പോയി കാണണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതൊരു കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയറിലായിരുന്നു നമ്മളെ എന്താ പറയുക വിസ്താര റിസോർട്ട് ഉണ്ടായിരുന്നു. ആ സെയിം റിസർവോയറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഈ മലയാണ് നമ്മളെ നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് എന്നുള്ള ഈ ഒരു പ്ലേസ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഈ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തിയില്ലേ, ആ വണ്ടി നിർത്തിയതിൻ്റെ അവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. നല്ല 360 ഡിഗ്രിയിൽ നമുക്ക് ഇവിടുന്ന് നല്ല കിഡിലൻ വ്യൂ ആണ്. ഇത് ശരിക്കും നല്ലൊരു പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു കിഡിലൻ സ്ഥലമാണ്. അതേമാതിരി തന്നെ ഇവിടുന്ന് സൂര്യാസ്തമയം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. താഴെ നേരെ ആമ്പൽപ്പൂവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കരുതേ, കാരണം ഇത് റിസർവോയറത്തെ വെള്ളമാണ്. കാരണം പണ്ട് ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളത്തിൽ നിങ്ങൾ ഒരിക്കലും ഇറങ്ങാൻ ശ്രമിക്കരുത്. അത് ഒരു അപകടത്തിലേക്ക് അയക്കും. അപ്പോൾ ഞങ്ങൾ നെല്ലറച്ചാൽ വ്യൂ പോയിന്റിൻ്റെ മുകളിലെത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു, വീഡിയോ ഒന്നും എടുക്കാതെ. കാരണം നമ്മൾ ആ ഒരു തണലത്തുണ്ടല്ലോ, എല്ലാവരും ഇരുന്നിട്ട്
അല്ലേ? കുട്ടികളും മക്കളൊക്കെ ആയിട്ടിരുന്ന് ചെറിയൊരു മരത്തിൻ്റെ തണലാണ്, ഈ കുന്നിൻ്റെ ടോപ്പിലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. ഫുഡൊക്കെ ആയിട്ടാ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിച്ച് അത് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോവാട്ടോ. എവിടേക്കും പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വ്യൂ പോയിന്റ് കൂടി നിങ്ങളുടെ യാത്രയിൽ നിന്ന് കവർ ചെയ്യാം. കാരണം ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, വേസ്റ്റ് ഇവിടെ ഡിസ്പോസ് ചെയ്യരുത് കേട്ടോ. പൊതുവെ എല്ലാവരും ചെയ്യുന്ന സ്വഭാവമാണ്. പക്ഷെ എന്താ പറയാ, അതൊന്ന് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അടിപൊളിയായിട്ട് ഇതിനെ സൂക്ഷിക്കാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ വേറെ ഇതിൻ്റെ ഈ നിലർച്ചാൽ വ്യൂ പോയിന്റിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടെ നിന്നും വണ്ടി എടുത്തിട്ട് കുറച്ചും കൂടി നേരം ഫ്രണ്ടിലോട്ട് പോയി. ഫ്രണ്ടിലോട്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു കോളനി ഉണ്ട്. ആ കോളനിയിലേക്ക് പോകുന്ന റോഡാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങരുത്, മീൻ പിടിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിൻ്റെ മെയിൻ പരിപാടി എന്നുണ്ടെങ്കിൽ താഴെ ഒരു റിസർവോയറാണ്. റിസർവോയറിന് വേണ്ടിയിട്ട് പണ്ട് ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ച സ്ഥലമാണ്. അപ്പം ആ ആൾക്കാരെ ഒഴിപ്പിച്ചിട്ടാണ് നമ്മളിവിടെ റിസർവോയർ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്നുണ്ടെങ്കിൽ ചിലപ്പം ആ വെള്ളത്തിൽ കിണറായിരിക്കാം, ഇപ്പോൾ കുളമായിരിക്കാം. അപ്പം ആഴമില്ലാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ചെയ്യരുത്. അതേമാതിരി തന്നെ ഇതിൽ മീൻ പിടിക്കാനും നിങ്ങൾ മെനക്കെടരുത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ വന്ന് വരിക, വ്യൂ പോയിന്റ് എൻജോയ് ചെയ്യുക. ഇഷ്ടമായോ ഈ നെല്ലർച്ചാൽ വ്യൂ പോയിന്റ് എല്ലാവർക്കും? ഞങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായി, നല്ലോണം എൻജോയ് ചെയ്തു. കുറേ ടൈം ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നെല്ലർച്ചാൽ വരിക, നെല്ലർച്ചാൽ വ്യൂ പോയിന്റിൽ വരിക. ഈ ലൊക്കേഷൻ, ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഫുഡൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് തീർച്ചയായിട്ടും കഴിച്ച് കോഴിക്കോട് മലപ്പുറമൊക്കെ ഉള്ളവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പീക്കിൻ്റെ മുൾഭാഗം വരെ വണ്ടിയും വരും. ചുറ്റുഭാഗം എന്നുണ്ടെങ്കിൽ നമ്മളെ കാരാപ്പുഴേൻ്റെ റിസർവയറുമാണ്. ആൾക്കാരൊക്കെ കൊട്ടത്തോടിൽ മീൻ പിടിക്കുന്നതും വലയിടുന്നതും തൊട്ട് താഴെയായിട്ട് ആമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിട്ടില്ലൻ വ്യൂ ആണ്. നല്ല മരത്തിനൊക്കെ തണലിരുന്ന് അന്ന് കുറച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സമയം പോകുന്നത് അങ്ങനെ അറിയില്ല. ശരിക്കും ഞങ്ങളൊരു 4 മണിക്കൂറോളായി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ വരിക, എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ വയനാടൻ വീഡിയോസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വയനാട് പോകുമ്പോൾ വീണ്ടും എടുക്കാം കേട്ടോ. അതായത് നമ്മൾ ഈ ഷെഡ്യൂളിലുള്ള വയനാടൻ വീഡിയോസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും. ബൈ.